ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ മോൾക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഒരു 10 മണിക്ക് തന്നെ നമുക്ക് ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ നമ്മുടെ രാവിലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വയ്ക്കുകയും വേണം. നമുക്ക് പുറത്ത് മുറ്റാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കഴിച്ച് വെച്ചിട്ട് വേണ്ടേ പോകാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുറ്റാടിയൊക്കെ കഴിഞ്ഞ് അകമൊക്കെ ഒന്ന് തൂത്തിട്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ അടുക്കളയിലേക്ക് കയറിയത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി പിന്നെ നമ്മൾ വൈകി വരുമ്പോൾ താമസിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എക്സാം ആയതുകൊണ്ട് ഒരു 5 മണി വരെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോൾ ഒരു 7-7:30 എങ്കിലും ആകും. അപ്പോൾ പിന്നെ നമുക്ക് വൈകിട്ടുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് രാവിലെ എല്ലാ ജോലിയും ഒതുക്കി വെച്ചതിന് ശേഷം അടുക്കളയിലേക്ക് കയറി. അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 10 മണിക്കൊക്കെ ഇറങ്ങേണ്ടത് കൊണ്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പുട്ടിന് ഒരു പപ്പടം മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പുട്ടും പപ്പടവും ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് കൊണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തർ കുളിച്ചിറങ്ങണമല്ലോ. അപ്പോൾ അതിൻ്റെ താമസമൊക്കെ വരണമുണ്ട്. ഓരോരുത്തരൊക്കെ കുളിച്ചിറങ്ങിയതിന് ശേഷം എല്ലാവരുടെയും കുളിയെല്ലാം കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിക്കാനിരുന്നു. കാപ്പിയൊക്കെ കുടി കഴിഞ്ഞൊരു നമ്മൾ ഇറങ്ങാൻ ഈ 10 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ 10:30 ഇറങ്ങുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ അങ്ങനെയാണ് ഇവിടെ. ഓരോരുത്തരാണ് പോകണമെങ്കിൽ ആ കറക്റ്റ് സമയത്ത് ഇറങ്ങും. ഇല്ലെങ്കിൽ എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. എന്നാലും നമ്മൾ നേരിട്ട് 10 മണിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒരു 10:30 ഇറങ്ങാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ആ ഒരു സമയം കണക്ക് കൂട്ടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ 10:30 എന്ന് പറഞ്ഞാൽ 11 ആവും പോകുമ്പോൾ. അപ്പോൾ നമ്മൾ കാപ്പി അതിന് ശേഷം എല്ലാവരും റെഡിയായി. കാപ്പിയൊക്കെ കുടിഞ്ഞതിന് ശേഷമാണ് റെഡിയായത്. അപ്പോൾ അങ്ങനെ റെഡിയായി നമ്മൾ 10:10:30 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീടൊക്കെ ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ എല്ലാവരും കൂടിയാണ് പോണത്. അപ്പോൾ നമുക്കൊന്ന് ടൗണിലേക്കൊക്കെ ചുമ്മാ ഒന്ന് ഇറങ്ങാൻ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ അങ്ങനെ പോവുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം കോളേജിൽ കയറാൻ. അപ്പോൾ കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ നമുക്ക് പിന്നെ വേറെ അന്വേഷിച്ച് നടക്കണ്ട. കോളേജിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു 12:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്കിത്തിരി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും വൈകിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ കയറി. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയൊരു അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ ഒരു 1:10 കഴിഞ്ഞ്. പിന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഒക്കെ പോകണം. അങ്ങനെ ഒരു 1:15 കഴിഞ്ഞപ്പോൾ നമ്മൾ കോളേജിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഹാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് അങ്ങോട്ട് പരീക്ഷാ ഹാളിലേക്ക് പോവുകയും ചെയ്തു. ഞങ്ങൾ വെറുതെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയൊക്കെ കണ്ടങ്ങനെ നടന്നു. അപ്പോൾ കാണാനുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് കാപ്പി കുടിക്കാൻ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ മോളും ഉള്ളത് കൊണ്ട് എന്തെങ്കിലും കഴിക്കാനും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചാണ് പുറത്തേക്കൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഒരു ചായയും ഒരു പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു 4:30 കഴിഞ്ഞപ്പോൾ നമ്മൾ കോളേജിലേക്ക് തിരിച്ച് പോകുന്നു. ഒരു 5 മണി വരെ എക്സാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് 5 മണിയാകുമ്പോൾ എക്സാം കഴിയും. നമ്മൾ പിന്നെ പുറത്തേക്ക് വരുമ്പോൾ ഒരു 5:05 കഴിയും പുറത്തേക്ക് അവരിറക്കുമ്പോൾ. എക്സാം കഴിഞ്ഞ് ഉടനെ ഒന്ന് ഇറക്കിയായിരുന്നു തോന്നണം. അപ്പോൾ ഒരു 5 മണി ഒക്കെ കഴിഞ്ഞ് ഒരു 5:05 കഴിഞ്ഞപ്പോൾ മോൾ പുറത്തേക്ക് വന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോന്നു കഴിഞ്ഞ് നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം വെറുതെ കുറച്ച് സാധനമൊക്കെ നമുക്ക് വാങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് വെറുതെ കയറിയതാട്ടോ, ജസ്റ്റ് ഒന്ന്. അപ്പം നമുക്ക് ഒന്ന് ചുറ്റി കറങ്ങി കാണാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ പെണ്ണുങ്ങളാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കണ്ട് നടക്കണ ഇഷ്ടമാണല്ലോ. എല്ലാം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഒന്ന് ചുറ്റിക്കറങ്ങിയെന്ന് കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ അകത്ത് നിന്നപ്പോൾ ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്യണമെന്നും നമുക്ക് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 6:45 കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ തിരിച്ച് ഞങ്ങൾ വേറെ എങ്ങും പിന്നെ പ്രത്യേകിച്ച് കയറാനില്ല. അപ്പോൾ നന്നായിട്ട് ഒരുമാതിരിയൊക്കെ ഇരുണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ആ സമയത്ത് പോവുകയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.